Everybody on the top got the same sound. Everything I'm about to drop, make a name now. Yeah, y'all don't really know, y'all don't really know. ഹലോ ട്രേഡേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അനാലിസിസ് ആയിരിക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണാനായിട്ട് പോകുന്നത്. സോ ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. നമുക്കറിയാം ബിറ്റ്കോയിൻ വളരെ ശക്തമായിട്ട് തന്നെ നല്ല രീതിയിൽ താഴേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഓൾട്ട് കോയിൻസും നല്ല രീതിയിൽ ഗംഭീരമായിട്ട് തന്നെ താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഇനി എപ്പോഴാണ് നമുക്കൊരു ബുൾ റൺ പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കുക, അല്ലെങ്കിൽ ഒരു ബുള്ളിഷ് ആയിട്ടുള്ള ഒരു ട്രെൻഡിലേക്ക് എപ്പോഴാണ് ബിറ്റ്കോയിൻ മാറുക, അതോടൊപ്പം തന്നെ ഓൾട്ട് കോയിൻസും എപ്പോഴാണ് മാറുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് ഒരു 2 ഡേ ടൈം ഫ്രെയിമിലാണ്. 2 ഡേ ടൈം ഫ്രെയിമിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മുൻകാലങ്ങളിൽ സംഭവിച്ചിട്ടുള്ള ക്രാഷുകളുടെ സമയത്തെല്ലാം തന്നെ നമുക്കൊരു പ്രത്യേകം പാറ്റേൺ കാണാനായിട്ട് പറ്റും. അപ്പോൾ ആ പാറ്റേൺ എന്താണെന്നാണ് നമ്മളിപ്പോൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാനായിട്ട് പറ്റും പ്രൈസ് ഈ രീതിയിൽ ഒരു ചെറിയൊരു ക്രാഷ് സംഭവിച്ചതിന് ശേഷം, ഈ രീതിയിൽ ഒരു ക്രാഷ് സംഭവിച്ചതിന് ശേഷം ആ ഒരു ട്രെൻഡ് ലൈനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് പ്രൈസ് മുകളിലേക്ക് പോകുന്നുണ്ട്. അതായത് ഈ രീതിയിൽ താഴേക്ക് പ്രൈസ് വരുന്നു, ദെൻ ഒരു ബുൾ ട്രാപ്പ് എന്നുള്ള രീതിയിൽ ആ ഒരു ട്രെൻഡിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് പ്രൈസ് ഒന്ന് മുകളിലേക്ക് പോകുന്നു. ഒരുപാട് പേര് ആ സമയത്ത് നല്ല രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരിക്കും. ദെൻ വീണ്ടും പ്രൈസ് താഴേക്ക് നല്ല രീതിയിൽ തന്നെ പ്രൈസ് ക്രാഷ് ആവുന്ന ഒരു രീതിയായിരുന്നു 2013 ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് പറ്റാം. അങ്ങനെ ആ ഒരു ക്രാഷ് റിക്കവർ ആയതിനു ശേഷം 2018 ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തപ്പോൾ നമുക്ക് ഈ പാറ്റേൺ തന്നെ വീണ്ടും അവിടെ കാണാനായിട്ട് സാധിക്കും. അതായത് ഈ രീതിയിൽ പ്രൈസ് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ചെറിയ രീതിയിൽ ഈ ഒരു ട്രെൻഡ് ലൈനിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് പ്രൈസ് ഒന്ന് മുകളിലേക്ക് പോകുന്നു. ഒരുപാട് പേര് ഇതാണ് ഒരു ട്രെൻഡ് റിവേഴ്സൽ എന്ന് വിചാരിച്ചുകൊണ്ട് ഒരുപാട് പേര് അവിടെ ഒരു എൻട്രി എടുത്തിട്ടുണ്ടായിരിക്കും. ദെൻ പ്രൈസ് വീണ്ടും ശക്തമായിട്ട് തന്നെ താഴേക്ക് ക്രാഷ് ആവുകയാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടിട്ടുള്ള അതേ പാറ്റേൺ തന്നെ ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നില്ല ഒരു 2 ഡേ ടൈം ഫ്രെയിമിൽ. ഇനി ഇപ്പോഴത്തെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെയും കാണാനായിട്ട് സാധിക്കുന്നത് അത്തരത്തിലുള്ള ഒരു പാറ്റേൺ തന്നെയാണ്. നമുക്കറിയാം നമ്മുടെ ഈ ഒരു ഓൾ ടൈം ഹൈയിൽ നിന്ന് പ്രൈസ് താഴേക്ക് പോയിട്ടുണ്ടായിരുന്നു. താഴേക്ക് പോയതിനോടൊപ്പം തന്നെ പ്രൈസ് ഈ രീതിയിൽ ആ ഒരു ട്രെൻഡ് ലൈനെയും ബ്രേക്ക് ചെയ്തുകൊണ്ട് പ്രൈസ് ഒന്ന് മുകളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് അവിടെ നല്ല രീതിയിലുള്ള എൻട്രീസ് എടുത്തിട്ടുണ്ട് എന്ന് എനിക്കറിയാം. ഈ ഒരു ലെവലിൽ ഒരുപാട് പേര് നല്ല രീതിയിൽ എൻട്രീസ് എടുത്തിട്ടുണ്ടായിരിക്കും. ദെൻ വീണ്ടും പ്രൈസ് താഴേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പാറ്റേൺ നമുക്ക് എല്ലാ ക്രാഷുകളിലും മുൻകാലങ്ങളിൽ സംഭവിച്ചിട്ടുള്ള എല്ലാ ക്രാഷുകളിലും നമുക്ക് ഈ ഒരു പാറ്റേൺ കൃത്യമായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു പാറ്റേൺ സംഭവിച്ചു കഴിഞ്ഞതിന് ശേഷം വീണ്ടും രണ്ടാമതും പ്രൈസ് നല്ല രീതിയിൽ ക്രാഷ് ആയതിനു ശേഷം പിന്നീട് അങ്ങോട്ട് വളരെ ഗംഭീരമായിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ആണ് പ്രൈസ് നടത്തിയിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പാറ്റേൺ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഇനി എപ്പോഴാണ് നല്ല രീതിയിലുള്ള ഒരു എൻട്രി ബിറ്റ്കോയിനിൽ എടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ അടുത്തതായിട്ട് പറയാനായിട്ട് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ RSI ഇൻഡിക്കേറ്റർ കൊണ്ടുവരുന്നുണ്ട്. ആൻഡ് നമ്മൾ ഈ പറഞ്ഞ ഓരോ പാറ്റേണിൻ്റെ സമയത്തും RSI ഇൻഡിക്കേറ്റർ ഏത് രീതിയിലാണ് നമുക്ക് പോയിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ നമുക്കിവിടെ നോക്കാം. ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കൃത്യമായിട്ട് കാണാനായിട്ട് സാധിക്കും RSI ഇൻഡിക്കേറ്റർ ഒരു ലോവർ ഹൈസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ സമയങ്ങളിൽ പോയിട്ടുള്ളത്. ആൻഡ് ആ ലോവർ ഹൈനെ ബ്രേക്ക് ചെയ്തതിന് ശേഷമാണ് ഇവിടെ ഒരു ബുൾ റൺ ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് 2018 കാര്യം നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഈ രീതിയിൽ RSI ഇൻഡിക്കേറ്റർ ഒരു ലോവർ ലോസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. ആൻഡ് ആ ലോവർ ലോസിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ആ ഒരു ട്രെൻഡ് ലൈനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഒരു ക്യാൻഡിൽ അല്ലെങ്കിൽ ഒരു RSI ലൈനോടെ ഫോം ആയതിനു ശേഷമാണ് ഇവിടെയും ഒരു ബുൾ റൺ ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും RSI ഇൻഡിക്കേറ്റർ ഈ രീതിയിൽ ഒരു ലോവർ ലോസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി എപ്പോഴാണ് നമ്മൾ ഒരു എൻട്രി എടുക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ RSI ലൈൻ ഈ ഒരു ട്രെൻഡ് ലൈനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് മുകളിലേക്ക് പോവുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെയായിരിക്കും നമ്മളൊരു എൻട്രി എടുക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ മുൻ വർഷങ്ങളിലെ ക്രാഷുകളെല്ലാം തന്നെ റിക്കവർ ചെയ്തത് ഏത് രീതിയിലാണോ അതേ രീതിയിൽ തന്നെയായിരിക്കും നമ്മുടെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ക്രാഷും റിക്കവർ ആവാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും മനസ്സിൽ തന്നെ വയ്ക്കുക. നല്ല രീതിയിലുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. ഓക്കെ, ഞാനിതെല്ലാം ഒന്ന് ക്ലിയർ ചെയ്യുന്നുണ്ട്. ഇനി മറ്റൊരു കാര്യം, അതായത് കുറച്ചുകൂടെ നമുക്കൊരു ഡൗൺ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ കുറച്ചുകൂടെ നമുക്കൊരു ക്രാഷ് പ്രതീക്ഷിക്കാനായിട്ട് സാധ്യതയുള്ളൊരു കാര്യമാണ് ഇനി പറയാനായിട്ട് പോകുന്നത്. ഞാൻ നേരെ വീക്ക്ലി ടൈം ഫ്രെയിമിലേക്ക് പോകുന്നുണ്ട്. വീക്ക്ലി ടൈം ഫ്രെയിമിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ രീതിയിലുള്ള ഒരു ട്രെൻഡ് ലൈൻ വരയ്ക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ രീതിയിൽ നമുക്കൊരു ട്രെൻഡ് ലൈൻ വരയ്ക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവിടെ നോക്കി കണ്ടിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഈ ട്രെൻഡ് ലൈനിൽ ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എടുത്തിട്ടായിരുന്നു പ്രൈസ് പോയിക്കൊണ്ടിരുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ ഈ ഒരു പാറ്റേൺ കണ്ടിന്യൂ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ കണ്ടിന്യൂ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ട്രെൻഡ് ലൈനിലേക്കുള്ള ഒരു ഒരു ഇറങ്ങി വരവ് ബിറ്റ്കോയിനിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. അതിനുശേഷമായിരിക്കും നമ്മൾ നേരത്തെ പറഞ്ഞ പോലുള്ള ഒരു ബുള്ളിഷ് മൂവ്മെൻറ്റ് ഇവിടെ സംഭവിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ ബിറ്റ്കോയിൻ താഴേക്ക് ഇറങ്ങി വരികയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു 18K അല്ലെങ്കിൽ ഈ ഒരു 18K എന്ന് പറയുന്ന, അതായത് 2018 ആ ഒരു ഓൾ ടൈം ഹൈ ഏരിയ ആണ് നമുക്ക് ഇനി പ്രതീക്ഷിക്കാനായിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഏരിയയിലേക്ക് ഇറങ്ങി വന്നതിന് ശേഷമായിരിക്കും ബിറ്റ്കോയിനിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലുള്ള ഒരു ബുള്ളിഷ് ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റ് ഉണ്ടാവുക എന്നുള്ള കാര്യങ്ങളാണ് നമുക്ക്
ഈ ഒരു പാറ്റേണിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഒരു സിംഗിൾ ക്യാൻഡിൽ വന്നുകൊണ്ട് ഈ ഒരു 18K ഹിറ്റ് ചെയ്യും, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള റെഡ് ക്യാൻഡിൽസ് വന്നുകൊണ്ട് ഈ ഒരു 18K അല്ലെങ്കിൽ 19K ഈ ഒരു ഏരിയയിലേക്ക് എത്തും എന്നല്ല ഞാൻ പറയുന്നത്. അതിനിടയിൽ ഒരുപാട് നോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഇവിടെ സംഭവിച്ചിട്ടുള്ള നമുക്ക് നോക്കാം, തൊട്ട് മുൻപത്തെ ആ ഒരു 2018 ക്രാഷ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ രീതിയിലാണ് പ്രൈസ് പിന്നീട് ഒരു മൂവ്മെൻ്റ് ഒക്കെ നടത്തിയിട്ടുള്ളത്. പ്രൈസ് ഒന്ന് കൺജസ്റ്റഡ് ആവുകയും അതുപോലെ തന്നെ ചെറിയ രീതിയിലുള്ള റീടെസ്റ്റും കാര്യങ്ങളൊക്കെ നടത്തുകയും അങ്ങനെയൊക്കെ തന്നെ നമുക്ക് താഴേക്കുള്ളൊരു മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കുള്ളൂ. ഒറ്റയടിക്ക് താഴേക്ക് വരുമെന്നല്ല ഞാൻ പറയുന്നത്. സോ ഈ രീതിയിലുള്ള റീടെസ്റ്റും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അതൊരു ബുൾ റണ്ണിലേക്കുള്ള ഒരു സ്റ്റാർട്ടിംഗ് ആണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് നമ്മൾ റോങ് ആയിട്ടുള്ള എൻട്രിയും കാര്യങ്ങളൊക്കെ എടുക്കാതിരിക്കുക എന്നുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നിലവിൽ നമുക്ക് ഒരു ലോങ് പൊസിഷൻ എടുക്കാനുള്ള ഒരു ഷോർട്ട് ടൈമിലേക്കായാലും ലോങ് ടൈമിലേക്കായാലും ഒരു ലോങ് പൊസിഷൻ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു തീരുമാനമല്ല. നമുക്ക് നല്ല രീതിയിലുള്ള ഒരു കൺഫർമേഷൻ കിട്ടിയതിന് ശേഷം മാത്രം ഒരു എൻട്രി എടുക്കുന്നതായിരിക്കും നല്ല ഒരു തീരുമാനം എന്ന് പറയുന്നത്. സോ ആരും തന്നെ ഇതൊരു ഫൈനാൻഷ്യൽ അഡ്വൈസ് ആയിട്ട് എടുക്കാതെ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള റിസർച്ചും കാര്യങ്ങളൊക്കെ നടത്തുക, നിങ്ങളുടേതായിട്ടുള്ള അനാലിസിസും കാര്യങ്ങളൊക്കെ നടത്തുക. അതിന് ഹെൽപ്ഫുൾ ആവുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് മാത്രം എടുത്താൽ മതി. അപ്പോൾ ഹാപ്പി ട്രേഡിംഗ്, അടുത്തൊരു വീഡിയോയിൽ കാണാം.